മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് ഹദീസ് കുറച്ചൊക്കെ കിട്ടിയ ആളുകൾ അവർ എഴുതി വെക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഇപ്പോഴുള്ള ചർച്ചന്തരങ്ങള് തങ്ങന്മാര് മന്ത്രിച്ചൂതുമ്പോ തുപ്പലാക്കിനെ പരിഹസിച്ച മൗലവി ഇപ്പോ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ചർച്ച എന്റെ മർമ്മം ഭീകരവാദം തന്നെയാണ്. ഞാൻ വരും അതിന്റെ പശ്ചാത്തലങ്ങൾ എങ്ങനെ വഹാബികൾ സമൂഹത്തിന് രൂപപ്പെടുത്തുന്നു എന്നതാണ് മർമ്മം. ഇവിടെ നോക്കുന്നത് ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടക്കുന്ന ഒരു ചർച്ച ഓത്തിന്റെ മുന്നേയാണോ ഊതേണ്ടത് അതോ ശേഷമാണോ? ഓലക്കെ കിട്ടിയിട്ട മാതിരി രണ്ടോടത്ത് ഊതിക്കളി. നിങ്ങൾ രണ്ടോടത്ത് ഊതിയാലും തൊള്ളിയിലെ കാറ്റ് പോകുകയേ ചെയ്യുള്ളൂ. അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, മന്ത്രിച്ചൂത്തിനെ ഇല്ലാതെയാക്കാനാണ് ഞങ്ങൾ വന്നത് എന്ന് പറഞ്ഞു പൊതുസമൂഹത്തിന്റെ കയ്യടി വാങ്ങി നവോത്ഥാനത്തിന്റെ ചട്ടുകം സ്വീകരിച്ച വഹാബികളിൽ ഒരു വിഭാഗം ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ച ഊതണോ ഊതണ്ടേ എന്നല്ല, ഊതേണ്ടത് മുമ്പോ ശേഷമോ എന്നതാണ്. ഇനി നോക്ക് നിങ്ങള്, തുപ്പിനീര് അല്പം മണ്ണ് കൂട്ടി കലർത്ത ഊതുമ്പോ തുപ്പലില്ലാതെ മന്ത്രം അനുവദനീയമാണ് എന്നതിന്റെ തെളിവാണ് ഈ ഹദീസുകൾ. മന്ത്രിച്ചൂതുമ്പോ തുപ്പലാക്കാൻ പറ്റുമോ എന്നതിനിപ്പം മുജാഹിദിന് തെളിവേ വേണ്ട. എന്തിനാ തെളിവ് വേണ്ടിയേ? തുപ്പലൽപ്പം ആക്കാതെ ഊതാൻ പറ്റുമോ? അതാണ് മുജാഹിദ് ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക് സഹോദരന്മാരെ, കോഴിമുട്ടയും അതുപോലെ തകിടുമല്ലാത്ത എല്ലാം മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഒരു വിഭാഗത്തിന്റെ അടുത്ത് ഇപ്പൊ എത്തിപ്പെട്ടുപോയി. കിട്ടിയ പങ്ക് കാട് കയറിപ്പോയി. ഇനി നോക്കിങ്ങള്, എലന്ത മരത്തിന്റെ തോല്, നമ്മൾ ഇതിനെ പരിഹസിക്കല്ല, വഹാബി ഇതിനെ പറയുമ്പോണ്ടാണ് ഒരു ചിരിയുണ്ട്, അത് നമുക്ക് ചിരിക്കേണ്ടതുള്ളൂ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, വഹാബികൾ പറയണേ, എലന്ത മരത്തിന്റെ തോലെടുത്ത് ആ തോല് മണ്ണിൽ കുഴച്ച് ആ മണ്ണ് വെള്ളത്തിൽ കലക്കി രോഗബാധിതർക്ക് കുളിക്കാൻ കൊടുത്താൽ എല്ലാ മുസീബത്തും മാറിക്കിട്ടും. ഇനി കോഴിമുട്ടിയും തകുടേ ബാക്കിയുള്ളൂ. ഇരിക്കട്ടെ സഹോദരന്മാരെ, എന്തേ കാരണോ? ഹദീസുകൾ ചിലത് തൊണ്ടയിൽ കുടുങ്ങിയപ്പോ വഹാബി പ്രസ്ഥാനത്തിന്റെ സംസ്കാരം വിട്ട് കുറച്ചെങ്കിലും മാപ്പിളക്കോലത്തിലേക്ക് വന്നതാണ്. ആ മാപ്പിളയായി മലയാളക്കരയിലുള്ള കാലത്തോളം അമുസ്ലിമീങ്ങൾ നമ്മെ തെറ്റിദ്ധരിക്കൂല, ഇസ്ലാമിനെ ലോകത്തെവിടെയും തെറ്റിദ്ധരിക്കില്ല. തീവ്രവാദത്തിന്റെ പാപഭാരം മുസ്ലിമീങ്ങൾക്ക് പേറേണ്ടി വരുമായിരുന്നില്ല. അറിയാനും ഇടപെടാനുമുള്ള അവസരങ്ങൾ ആത്മീയധാരയിൽ നിന്ന് ഇല്ലായ്മ ചെയ്യാൻ വഹാബി പ്രസ്ഥാനം കേരളത്തിൽ വന്നു. ലോകത്തും അത് തന്നെ വഹാബികൾ നിർവഹിക്കുകയാണ്. ഇരിക്കട്ടെ സഹോദരന്മാരെ, വഹാബീസത്തിന്റെ തറവാടായ എടവണ്ണയിൽ വഹാബി മൗലവി ഈ അടുത്ത കാലത്ത് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ഹുസൈൻ സലഫി വന്ന് പ്രസംഗിക്കുന്നത് ഊത്തോട് ഊത്തും പാട്ടോട് പാട്ടുമാണ്. സൂറത്ത് യൂസുഫിന്റെ വ്യാഖ്യാനത്തിൽ കണ്ണേറി യാഥാർത്ഥ്യമാണെന്ന് സ്ഥാപിക്കുന്നു. സൂറത്തുൽ ഫലഖിലതാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്ഹാഖ് നബിക്കും ഇസ്മായിൽ നബിക്കും ആ പാരമ്പര്യത്തെ പിന്തുടർന്നുകൊണ്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പേരക്കിടാങ്ങളായ ഹസൻ ഹുസൈൻ എന്നിവർക്കും പകർന്നുകൊടുത്ത മന്ത്രം എഴുതിയിട്ടില്ലേ? അറിയില്ല, അതില്ല എന്ന് പറയാനാ മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ വന്നു. സൂറത്തുൽ ഫലഖ് ഓതിയിട്ട് മന്ത്രിക്കണ്ടേ? അറിയില്ല. അത് മന്ത്രിച്ചു കൊടുത്തുകൂടെ? അറിയില്ല. സ്വന്തം ചെയ്യുന്നതിന് ഞങ്ങൾ വിരോധമില്ല, നിങ്ങളിപ്പോ ചെയ്തു കൊടുക്കാനാണ് പറയുന്നത്. അത് അന്ധവിശ്വാസമാണോ പ്രിയമുള്ളവരെ? അറിയില്ല ബഹുമാനമുള്ളവരെ. മുഹമ്മദ് അമാനി മൗലവി ഖുർആൻ വ്യാഖ്യാനത്തിൽ തന്നെയും എഴുതിയില്ലേ? അവിടുത്തെ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയില്ലേ? നമ്മുടെ പണ്ഡിതന്മാരൊക്കെയും എഴുതിയില്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ എന്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായിട്ട് പറയുകയാണ്, ഈ ദിക്റുകളൊന്നും ജീവിതത്തിൽ കൈവടിയല്ലേ. അത് മാത്രം വഹാബികൾ അവിടേക്ക് എത്തിയിട്ടില്ല, അത് നമ്മളാണ് പറയാം. സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഒരൊറ്റ ദിവസവും അവിടുന്ന് ഒഴിവാക്കാതെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നു, മുഅവ്വദത്തൈനി ഓതുന്നു. കൈകൾ കൂട്ടിപ്പിടിച്ചതിലേക്ക് ഊതിയിട്ട് ഈ 3 സൂറത്തുകളും ഓതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ തലയും കയ്യെത്താവുന്ന ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളുമൊക്കെ തടവിക്കൊണ്ടല്ലാതെ കിടന്നുറങ്ങാറില്ല. ഇതൊക്കെ ചെയ്യാനുള്ള തറവാട്ടിൽ നിന്നാ പോരെ, എന്തിനാ വഹാബിയാണ്? ഇതൊക്കെ ഒഴിവാക്കാനാ വഹാബിയായത്.
ിന്റെ പ്രവാചകനായ നമ്മുടെ മുത്തുനേതാവ് നമുക്ക് പകർന്നു തന്ന ആശയമല്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരിക്കൽ ചെയ്യാൻ കഴിയാത്തത്ര അവിടുന്ന് വിഷമിക്കലായപ്പോൾ, രോഗം കഠിനമായപ്പോൾ, അവിടുത്തേക്ക് ഈ സൂറത്തുകൾ ഓതാൻ പോലുമുള്ള ആരോഗ്യം നഷ്ടപ്പെട്ട നേരത്ത് ഉമ്മമാരെ, മക്കൾക്ക് വേണ്ടി നിങ്ങൾ അവർക്ക് ആ പ്രായമാണെങ്കിൽ ചെയ്തു കൊടുക്കുന്നതിനെന്താ തകരാറ്? ഒരു തകരാറുമില്ല. അതുകൊണ്ടല്ലേ ഞങ്ങളെ ഉമ്മമാര് ചെയ്തു തന്നത്, അതുകൊണ്ടല്ലേ ഞങ്ങളെ ബാപ്പമാര് പഠിപ്പിച്ചു തന്നത്. എന്നാൽ ചോദിക്കട്ടെ, ഒരു 25 വയസ്സുമുള്ള മുജാഹിദ് ചെറുപ്പക്കാരാ, ഇന്ന് വരെ നിന്റെ ഉമ്മന്റെ ചുണ്ടിൽ നിന്ന് നിനക്കൊരു മന്ത്രിച്ചൂത്ത് കിട്ടിയിട്ടുണ്ടോ? ആരുടെയെങ്കിലും ചുണ്ടിൽ നിന്ന് ഖുർആനൊരു വാചകമോദിയിട്ടൊന്ന് ഊതിയിട്ടുണ്ടോ? നിന്റെ മരിക്കാൻ കിടക്കുന്ന ബാപ്പാന്റെ അരികിൽ വന്നിട്ട് ആരെങ്കിലും ഒരാൾ ഫാത്തിഹ ഊതിയിട്ടുണ്ടോ? ഇടവണ്ണയിലുണ്ടോ, ദായിലുണ്ടോ? അതേ എളയൂരിലെ പഴയ വഹാബി തറവാട്ടിലുണ്ടോ? മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ അവിടുത്തെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി, അതേ നമ്മുടെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടി ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഇഖ്ലാസ് ഓതുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് പാരായണം ചെയ്യുന്നു, സൂറത്തുൻ നാസ് പാരായണം ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ കൊണ്ട് തടവി കൊടുക്കുന്നു. അതെന്താ? ഓതാൻ വയ്ക്കാത്ത ഹബീബിന് ഓടിക്കൊടുക്കുന്ന ആയിഷ ഉമ്മക്ക് ഹബീബിന്റെ കൈകൊണ്ട് തന്നെ തടവിക്കൊടുക്കാൻ കാരണമെന്താ? മൗലവി പറയും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈക്കുള്ള പ്രത്യേകത ആയിഷ ബീവിയുടെ കൈകൾക്കില്ല. അവിടത്തെ തിരുകേശത്തിന്റെ പ്രത്യേകത മറ്റൊരാളുടെ കേശത്തിനില്ല. അവളെ വസ്ത്രത്തിനുള്ള പ്രത്യേകത മറ്റൊരാളുടെ വസ്ത്രത്തിനില്ല. ഇവിടെയും കഴിഞ്ഞ പരിപാടിയിൽ ആ ഹബീബിന്റെതാണെന്ന് ഞങ്ങൾക്ക് ബോധ്യമുള്ള കേശം ഞങ്ങൾ ആദരിച്ചതിന്റെ പേരിൽ ഞങ്ങളെ പരിഹസിച്ചില്ലേ മൗലവി? അതേ, നിന്റെ മുടി പോലെയല്ല റസൂലുള്ളാന്റെ മുടി, ലോകത്തൊരാളുടെയും കൈകളെ പോലെയല്ല ഞങ്ങളുടെ നേതാവിന്റെ കൈയെന്നറിയുമല്ലോ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത റബീഉൽ അവ്വലിൽ ആദ്യത്തെ തിങ്കളാഴ്ചയും മാപ്പളാര് മർക്കസിൽ നിന്ന് വെള്ളം കൊണ്ടുപോകും കേട്ടോ. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇവിടെ മൂപ്പര് പറയണെന്താ? സാധാരണ ആളുകളുടെ കൈ പോലെയല്ല ഹബീബിന്റെ കൈയ്യുന്ന, സാധാരണ മനുഷ്യനെ പോലെയാണ് അള്ളാന്റെ ഹബീബ് എന്ന് പറയുന്ന ഒരു 250 ബുക്ക് പേരോട് ഉസ്താന്റെ അടുത്തുണ്ടാവും, ഒരു 25 ബുക്കിന്റെ അടുത്തുണ്ടാവും, അതിന്റെ മേപ്പെട്ട ഒരു 500, അതിന്റെ മേപ്പെട്ടും പല ആൾക്കാരെ അടുത്തുണ്ടാവും. ആ മൗലവിമാരിപ്പോ കുന്തം ചരിച്ചു വെക്കാണ്. ഇരിക്കട്ടെ, ബാക്കി പറഞ്ഞു. ലോകത്ത് ഒരു കൈകൾക്കുമില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മാത്രമുള്ള പ്രത്യേകതയാണ്. അള്ളാന്റെ റസൂലിന് വേണ്ടി ആയിഷ ബീവി ഇങ്ങനെ 3 തവണ ഇതിങ്ങനെ ചൊല്ലിക്കൊടുത്ത് അവർക്ക് വേണ്ടി ഇങ്ങനെ ഓതിക്കൊടുക്കുമ്പോ മഹദിയോട് അള്ളാന്റെ റസൂല് പറഞ്ഞു, പോ ആയിഷ, അന്ധവിശ്വാസം ചെയ്യല്ലേ, ഖുറാഫാത്ത് ചെയ്യല്ലേ, അങ്ങനെ ഇതൊന്നും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങളെ പിതാക്കന്മാര് പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങളെ മാതാക്കളും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ പറഞ്ഞ ഒരുപാട് മാതാക്കൾ ഇരുവേറ്റിയിലില്ലേ? ഒരുപാട് പിതാക്കൾ എളയൂരിലില്ലേ? ഒരുപാട് മുസ്ലിം നാമധാരികൾ ഇടവണ്ണയിലില്ലേ? ഒരുപാട് മുസ്ലിം മാതാക്കൾ ഒതായിലില്ലേ? കാരണം വിശുദ്ധ പ്രമാണങ്ങളെ പ്രാമാണികരിൽ നിന്ന് അടർത്തിയെടുത്ത് മൗലവിമാരിലേക്ക് ചേർത്തിവെച്ചപ്പോണ്ടായ മുസീബത്താണ്. അതുകൊണ്ടാ പറയുന്നത്, കണ്ണേറിയിൽ നിന്ന് രക്ഷ കിട്ടാനും അതുപോലെ തന്നെയുള്ള പ്രശ്നങ്ങൾക്കുമൊക്കെ വേണ്ടി ഓതിക്കൊടുത്ത, അതല്ലെങ്കിൽ മന്ത്രിച്ചു കൊടുത്ത സംഭവങ്ങൾ നിരവധിയില്ലേ? ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഞങ്ങളത് നിർബാധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനം 20കളിൽ വന്നത് ഈ ആത്മീയതയെ തകർക്കാനാണ്. ആത്മീയത തകർക്കപ്പെടുന്നിടത്ത് അരാജകത്വം സൃഷ്ടിക്കപ്പെടുകയാണ്.
അറിയാനും ഇടപെടാനുമുള്ള അവസരം ഹനിക്കപ്പെടുന്നിടത്ത് ധാരണപ്പശകുകളും അബദ്ധങ്ങളും വളരുകയാണ്. ഇതാണ് വഹാബി പ്രസ്ഥാനം കൊണ്ടുവന്നൊരു സംഭാവന. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, ആ ആത്മീയ ധാരയെ മുസ്ലിമീങ്ങളിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യാൻ കവലകളിൽ വഹാബികൾ ആലിമീങ്ങളെ പരിഹസിച്ചു, തങ്ങന്മാരെ പരിഹസിച്ചു, ആത്മീയതയെ താറടിച്ചു. ഇങ്ങനെ മുസ്ലിമീങ്ങളിൽ ആത്മീയതയ്ക്കെതിരെ അറപ്പും വെറുപ്പും സൃഷ്ടിക്കാൻ ശ്രമിച്ചു. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്നു തന്നെ ഒരു വിഭാഗം ആളുകളുടെ തൊണ്ടയിൽ ഹദീസ് കുടുങ്ങി അവർ ചിലതൊക്കെ എളമാൻ കടവറിയില്ല എന്ന ധാരണയിൽ വിളിച്ചു പറഞ്ഞപ്പോ എന്തുണ്ടായി? സഹോദരന്മാരെ, നമ്മൾ പണ്ടുകാലത്ത് കേട്ട പരിഹാസം സംഘടനാ മുജാഹിദിലെ മൗലവിമാർ ജിന്ന് മുജാഹിദീങ്ങൾക്കെതിരെ പരിഹസിക്കാൻ, നമ്മളെ പരിഹസിക്കുന്ന ക്ലിപ്പ് പണ്ട് നമ്മൾ ജനങ്ങളെ കേൾപ്പിച്ച് നമ്മൾ അതിന് മറുപടി പറഞ്ഞതുപോലെ സ്വന്തത്തിലേക്ക് പണ്ട് നടത്തിയ ആരോപണം തിരിച്ചു വന്നപ്പോ ആ ആരോപണം പറയുന്ന സംഘടനാ മുജാഹിദിലെ മൗലവിമാരുടെ ക്ലിപ്പ് കേൾപ്പിച്ച് ജിന്ന് മുജാഹിദിലെ മൗലവി മന്ത്രത്തെ ന്യായീകരിച്ച് മറുപടി പറയേണ്ടി വരികയാണ്. പ്രിയപ്പെട്ടവരെ, റുഖിയ ശരിയയുമായി ബന്ധപ്പെട്ട് റുഖിയ എന്ന് പറഞ്ഞ പാത്തുമുന്റെ കണക്കാട്ടി എന്നല്ല, മന്ത്രിച്ചൂതാന്ന് അതിന്റെ മലയാളം. നിഅമത്തുള്ള ഫാറൂഖി നടത്തുന്ന ഒരു പരാമർശം കേൾപ്പിക്കാൻ വിചാരിച്ചതല്ല. ഇവരുടെ സംസ്കാരവും ഇവരോടൊപ്പമാണ് നിങ്ങൾ ചേരുന്നത് എന്നും നിങ്ങൾ ശരിക്കും മനസ്സിലാക്കിക്കൊള്ളി. കേട്ടോളി നിങ്ങൾ അയാൾ പറയുന്നത്. ഞാൻ MSM കുറ്റം പറഞ്ഞു. ഞാനൊരു ക്ലാസ് എടുക്കാൻ ചെന്നപ്പോ അവിടെ വലിയൊരു സംഗതി ഇങ്ങനെ കൊടുത്തു, ഒരു അന്ധവിശ്വാസത്തിന്റെ ഒരു കടലാസ് ഇങ്ങനെ വിതരണം ചെയ്യാൻ. ഞാനത് വായിച്ചു നോക്കുമ്പോ എനിക്ക് വല്ലാത്ത സങ്കടം. പഠിച്ചോനെ, ഇത് മന്ദിരിച്ചൂതി പൈസങ്ങാലോ ഓരോ പള്ളി കമ്മിറ്റിയും കൊടുക്കാലോ, ഇജാതി ഒരു കടലാസാണല്ലോ. എന്താ അപ്പൊ MSM കുട്ടിയൊക്കെ ഇതിങ്ങനെ പറഞ്ഞെടുത്തിട്ട് എന്ത് കിട്ടാനാ? അപ്പൊ എനിക്ക് മനസ്സിലായി, മന്ദിരിച്ചൂതിയ മൂർഖപ്പാമ്പിന്റെ വിഷം ഇറങ്ങും, അതിന് കൂലിം വാങ്ങാം, ഓരോ പള്ളി കമ്മിറ്റിക്കും കൊടുക്കാം. അപ്പൊ നമുക്കിങ്ങനെ ഊത്തുമായിട്ട് നടക്കപ്പെടുന്നുള്ള കാര്യം, ഇതൊക്കെ പൈസ ഉണ്ടാക്കാനുള്ള ഏർപ്പാട്. ഞങ്ങളെന്താ മനസ്സിലാക്കിയത്? ഇതൊക്കെ പണ്ട് ഈ ആത്മീയതയുടെ കൂടെ നിന്ന് നമ്മളെ ഇവർ ഒന്നിച്ചു പരിഹസിച്ച പരിഹാസ്യങ്ങളാണ്. ഈ അന്ധവിശ്വാസം നമ്മളെ തലയിലാണ് കയറ്റിക്കഴിഞ്ഞാൽ ഈറ്റങ്ങൾക്ക് ഒരു പണി കൊടുക്കേണ്ട, ഒരു ക്ലിനിക് കൂട്ടാണ്ട് ഇരുന്നാ മതി. പിന്നെ ഊത്തും അടിച്ചലും ഇറക്കലും കയറ്റലും, മനസ്സിലായോ? നല്ല സുഖ, രണ്ട് സംഗതി കിട്ടും, പണവും കിട്ടും പെണ്ണും കിട്ടും. പണ്ട് കുറെ ആൾക്കാർ ചൂഷണം ചെയ്തതാ സഹോദരിമാരെ. വാപ്പിയും ഭർത്താവും കൊണ്ട് ചങ്ങായിനടുത്ത് കണ്ട് ഇട്ടുകൊടുക്കുക. ബാല്യക്കാരത്തി പെൺകുട്ടികളെ ആർത്താൽ അങ്ങോട്ട് പോയി നോക്കൂല. അത് ഇറക്കാന്നാ വിചാരിച്ച, ഇറക്കല്ലേ കേറ്റിയാ. നിങ്ങൾ എന്താ മനസ്സിലാക്കി തോന്നിയാസം? ഒരു പത്രത്തിൽ ഇങ്ങനെ മൂന്ത വരിക, പുറത്തിറങ്ങി നടക്കാൻ വയ്യ മനുഷ്യന്. ഒരു ഫാറൂഖി ഇയാൾക്ക് ചൂടായി. ഇയാളൊക്കെ പണ്ട് നമ്മൾ ഒന്നിച്ച് ജമാഅത്തായി പറഞ്ഞതാണ്. ഇപ്പൊ നിയമത്തില്ല ഫാറൂഖ്. ഇയാളെ പോലെ ഒറ്റ വിധത്തിനും നിയമത്തുണ്ടാവില്ല, നിയമത്തുമ്മയല്ല, നിയമത്തില്ല. ഒറ്റ വഹാബിക്കും ഉണ്ടാവില്ല. വിദഅത്ത് ലഅനത്താണ്. ഈ സംസ്കാര ജീർണതയുള്ള ഈ ആളുകളുടെ കൂടെയാണോ? എന്താ പറഞ്ഞത്? ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങളോട്. MSM കുട്ടികളുടെ പണിയിടാൻ സമസ്തക്കാരെ പോലെ കണ്ടങ്ങൾ ഇയാളെ തൊലിക്കട്ടി കണ്ടു. ആരെപ്പോലെ? സ്വന്തം നെഞ്ചിലേക്ക് അകാരണമായ ഒരു ആരോപണം വരുമ്പോ ആ ആരോപണം മറ്റൊരാളിൽ ഉന്നയിച്ചാലുള്ള വേദന മനസ്സിലാക്കാൻ പോലും ഇയാൾക്ക് കഴിയണില്ലെങ്കിൽ ഇയാളെ തുനിക്കട്ടി എത്രയാണ്. സമസ്തയുടെ ഉലമാക്കൾ, പാണക്കാട് സാദാത്തുക്കൾ, താജുൽ ഉലമ, സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി, എത്ര ആലിമീങ്ങളും തങ്ങന്മാരും ഇവിടെ മന്ത്രിച്ചൂതി. ആരെ മൂന്തയും വീർത്തു നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടില്ല. പിന്നെ ഡോക്ടർമാരും വ്യാജന്മാര് കാണുന്നുണ്ട് പത്രത്തില്, അത് ഈ രംഗത്തുണ്ടാവും. അത്രയേ ഉള്ളൂ. കൂടെ കൂടിയവരെ, നിങ്ങൾ ആഖിറത്തിന്റെ കാര്യത്തിൽ 1000 വട്ടം നിങ്ങൾ ആലോചിക്കണം. നിങ്ങളെ കൂടെ കൂടിയ 1000 പോരാ, 10,000 തികയില്ല. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞുകൊണ്ടുവന്നതും ഇസ്ലാം അത് സമാധാനമാണ്. ആ സമാധാനത്തിന്റെ സന്ദേശം മുസ്ലിമിലൂടെ പരിരക്ഷിക്കപ്പെടുന്നത് പ്രമാണങ്ങളെ പ്രാമാണികർ കൈകാര്യം ചെയ്യപ്പെടുന്നിടത്താണ്. അവരാത്മീയതയുണ്ട്, അറിയാൻ അവസരങ്ങളുണ്ട്, സ്നേഹിക്കാനുള്ള ഇടങ്ങളുണ്ട്. എന്നാൽ ആ ഇടങ്ങളെ മുഴുവനും നിർമ്മാർജ്ജനം ചെയ്യാൻ, അടുത്തിടപെടാനുള്ള അവസരം നിഷേധിച്ച് അറപ്പിന്റെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ
വഴി സൃഷ്ടിക്കാൻ വന്ന ആളുകള് വിശുദ്ധ പ്രമാണങ്ങളെ സ്വന്തം ഇച്ഛപ്രകാരം വ്യാഖ്യാനിച്ചു. ആ വ്യാഖ്യാനങ്ങൾക്ക് തിരുത്തു പകരുന്ന ഹദീസുകളെ അവർ നിഷേധിച്ചു. സ്വഹാബിമാരെ അവർ തള്ളി, ഇമാമിങ്ങളെ അവർ വലിച്ചെറിഞ്ഞു. അങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം സമൂഹത്തിൽ സാംസ്കാരിക അജീർണതകൾ കൊണ്ടുവരാൻ ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ വന്ന മുഹമ്മദത്തുവിന്റെ കാല് ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ വഹാബി പ്രസ്ഥാനം നവോത്ഥാനത്തിന്റെ പെരുമ്പറ കൊട്ടി